ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ദിവസം സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും എന്താണെന്ന് പറഞ്ഞു തന്നിരുന്നു. നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് അതെങ്ങനെയാണ് ശരിയാവുന്നത്, രണ്ടും കഴിഞ്ഞതല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അത് കേട്ട നിങ്ങൾക്ക് പലർക്കും, അത് മനസ്സിലായ പലർക്കും മനസ്സിലൊരു സംശയം വന്നിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസും പെർഫെക്റ്റും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന്, അല്ലെ? കാരണം രണ്ടും ഒന്നല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി ആ ക്ലാസ് കേൾക്കാത്തവരുണ്ട് എങ്കിൽ അതൊന്ന് കേട്ടു നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രസന്റ് പെർഫെക്റ്റ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആകും. ഇന്ന് നമ്മൾ നോക്കുന്നത് അതിന്റെ കൂടെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വന്നാൽ എന്താണ് പ്രശ്നം എന്നാണെന്ന്. അപ്പോൾ പറയാൻ മാത്രം വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രമാത്രം വ്യത്യാസമൊന്നുമില്ല, എങ്കിലും അറിഞ്ഞിരിക്കാം, നിങ്ങളുടെ മനസ്സിലുള്ള ആ സംശയം കൂടി ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. അപ്പൊ എന്താണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാല് പൂർണ്ണമായും കഴിഞ്ഞ പ്രവൃത്തിയാണെന്ന് നമ്മൾ പഠിച്ചു. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റിൽ തുടങ്ങി പെർഫെക്റ്റിലുള്ള വേർബാണെന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ടെന്ന് പഠിച്ചു. പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും അത് നമ്മുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം. എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴത് പൂർത്തിയായി, ഇപ്പൊ അത് കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്. ഇപ്പൊ ഈ നിമിഷം, കാരണം അതിന്റെ എഫക്റ്റ് ഇപ്പോഴും എനിക്കുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും അത് എന്താണ്? നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം. ഇനി സ്ട്രക്ചർ. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, വേർബ് 3 ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് എങ്കിൽ സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബീൻ, വേർബ് ing വേണം. ഇതാണ് ഒരു വ്യത്യാസം. രണ്ട് വ്യത്യാസം പഠിച്ചു, സ്ട്രക്ചറിലുള്ള വ്യത്യാസം പഠിച്ചു. പിന്നെ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ഇപ്പോഴും നമുക്കുണ്ട്, അത് കംപ്ലീറ്റഡ് ആണ്, ഇപ്പൊ കംപ്ലീറ്റഡ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് എന്താണ്? പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒരൊറ്റ സെന്റൻസിൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. നോക്കാം. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും? കാണുകയാണെന്നല്ല പറയുന്നത്, ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ ആണ് വേണ്ടത്. ഐ ഹാവ് ബീൻ വാച്ചിങ് TV എന്ന് പറഞ്ഞാൽ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ TV കാണുകയാണ്. TV കാണുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ TV ഓൺ ചെയ്തൊരു സമയം ഉണ്ടാവുമല്ലോ, ഇല്ലേ? മോർണിംഗിൽ, രാവിലെ ഓൺ ചെയ്ത TV ആണ്, ഞാൻ ഇപ്പോഴും ഉച്ചയായപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ പറയണം? ഐ ഹാവ് ബീൻ വാച്ചിങ് TV സിൻസ് മോർണിംഗ്. സിൻസ് ഫോർ എന്താണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. രാവിലെ മുതൽ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വാച്ചിങ് TV സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ ഓൺ ചെയ്ത TV ആണ്, ഞാൻ ഇപ്പോഴും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അതെന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. കാരണം രാവിലെ ഓൺ ചെയ്തത് ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ നടന്നുകൊണ്ടിരിക്കുക, ഞാൻ ഏറ്റുപോയിട്ടില്ല, ഇപ്പോഴും ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ ഹാവ് ബീൻ വാച്ചിങ് TV സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ്. ഐ ഹാവ് വാച്ച്ഡ് TV. ഞാന് TV കണ്ടിട്ടുണ്ട്. ഞാൻ TV കണ്ടു. അപ്പൊ എന്താണ് പ്രശ്നം? ഞാന് ഐ ഹാവ് വാച്ച്ഡ് TV എന്ന് പറഞ്ഞാല് ഞാന് TV കണ്ടു എന്ന് പറഞ്ഞാല് ഞാൻ രാവിലെ വെച്ച TV കുറച്ചു മുമ്പായിരിക്കാം ഞാൻ ഓഫ് ചെയ്ത്. നീ TV കണ്ടോ? ഐ ഹാവ് വാച്ച്ഡ് TV. ഞാൻ TV കണ്ടു, കുറച്ചു മുമ്പാണ് ഞാൻ TV ഓഫ് ചെയ്തത്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഐ ഹാവ് വാച്ച്ഡ് TV. കാര്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാല് പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും അതിന്റെ എഫക്റ്റ് ഉണ്ട്. ഞാൻ ഇപ്പൊ TV ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് ഏറ്റുപോയതേ ഉള്ളൂ. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹാവ് ബീൻ വാച്ചിങ് TV. കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു വ്യത്യാസം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കൊണ്ടിരിക്കുകയാണ്, അതെ, കളിച്ചുകൊണ്ടിരിക്കുകയാണ്,
പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ട സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് അവള് രാവിലെ മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വന്നല്ലോ. എങ്ങനെ പറയണം? ഷീ ഹാസ് ബീൻ പ്ലേയിങ്, അല്ലെ, സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ അവള് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഹാസ് ബീൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഹാവ് ബീൻ. ഷീ ആയതുകൊണ്ട് ഷീ ഹാസ് ബീൻ പ്ലേയിങ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പറയണം അവൾ കളിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഹാവ് പ്ലേഡ്. അപ്പൊ നമ്മൾ അവിടെ ഷീ പറഞ്ഞതുകൊണ്ട് ഷീ ഹാസ് പ്ലേഡ്. അവൾ കളിച്ചിട്ടുണ്ട്, കളിച്ചിട്ട് മടുത്ത് വന്ന് ഇപ്പൊ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവള് കളിച്ചതേ ഉള്ളൂ. കളിച്ച് മടുത്ത് അതിന്റെ എഫക്റ്റ് കൊണ്ട് അവൾ വന്ന് കിടക്കുകയാണ്. ഷീ ഹാസ് പ്ലേഡ്, അവള് കളിച്ചിട്ടുണ്ട്. ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞാല്. മറ്റേന്ന് പറഞ്ഞാൽ ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും നമുക്ക് നടക്കുകയാണ്. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കരുത്. കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ അങ്ങനെ പറയേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? ഹാസ് ബീൻ, ഹാവ് ബീൻ ഏതെങ്കിലും വെച്ച് verb ing ഉപയോഗിക്കേണ്ടത്. മറ്റേതെന്ന് പറഞ്ഞാൽ അതിന്റെ എഫക്റ്റ് നമുക്ക് കൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ അവിടെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനിയും ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നോ? ഐ ഹാവ് known her for 10 years. I have been knowing her for 10 years. എന്ന് പറഞ്ഞാൽ എന്താ? I have known her for 10 years. 10 വർഷമായിട്ട് എനിക്ക് അവളെ അറിയാം. 10 വർഷമായിട്ട് എനിക്ക് അവളെ ഐ ഹാവ് ബീൻ നോയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണെന്ന് വേണം. അപ്പൊ 10 വർഷമായിട്ട് എനിക്ക് അവളെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റുമോ? അപ്പോ സ്റ്റേറ്റീവ് വേർബ്, കുറച്ച് സ്റ്റേറ്റീവ് വേർബിന്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഇപ്പോഴിവിടെ വരും. നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. ഏതൊക്കെയാണ് സ്റ്റേറ്റീവ് വേർബ് എന്നറിയുക. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കണ്ടിന്യൂസ് ആക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നൊക്കെ ഞാൻ ആ സ്റ്റേറ്റീവ് വേർബിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് സ്റ്റേറ്റീവ് വേർബ് ഞാൻ കുറച്ച് പറയാം. ഏതൊക്കെയാണ്? ലവ്, ലൈക്ക്, ബിലീവ്, ഇങ്ങനെ കുറച്ച് സ്റ്റേറ്റീവ് വേർബ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ നോ, അതുകൊണ്ടാണ് ഐ ഹാവ് ബീൻ നോയിങ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്തേ പറയാൻ പറ്റത്തുള്ളൂ? ഐ ഹാവ് നോൺ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഐ ഹാവ് ബീൻ ലവിങ്, സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണെന്നല്ല എന്തേ പറയാൻ പറ്റത്തുള്ളൂ? പ്രസന്റ് പെർഫെക്റ്റിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതെല്ലാം സ്റ്റേറ്റീവ് വേർബാണ്. അതും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ സ്റ്റേറ്റീവ് വേർബ് കുറച്ചുള്ളത് കാണാതെ പഠിക്കലേ വഴിയുള്ളൂ. കാണാതെ പഠിക്കുക. എന്നിട്ട് അത് കണ്ടിന്യൂസ് ഫോമിലോട്ട് ആക്കാൻ പറ്റത്തില്ല. അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോമിലോട്ട് ആക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കുക. ഇനിയും ഒരു കാര്യം ഓർക്കാനുണ്ട്. സ്റ്റഡി, വർക്ക്, ലീവ്, ഈ 3 വേർബും എന്താണ്? നമുക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 2 weeks എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയായിട്ട്, ഫോർ 2 weeks, 2 weeks, 2 ആഴ്ചയായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 2 weeks, 2 ആഴ്ചയായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു? നമുക്ക് പറയാൻ പറ്റുമോ? ഐ ഹാവ് സ്റ്റഡീഡ്. എല്ലാം നമ്മൾ അങ്ങനെ പറയും. പക്ഷെ എന്താ, അത് നമ്മൾ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞിട്ടല്ല. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് പറയാം ഐ ഹാവ് സ്റ്റഡീഡ് 3 lessons, 3 പാഠം ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഓക്കെ, അപ്പൊ അതും അങ്ങനെയൊന്ന് ഓർത്ത് വെക്കുക. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഞാൻ പറഞ്ഞത് എന്താണ്? ലീവ്, വർക്ക്. I have lived here for 10 years. 10 വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുകയാണ്. I have been living here for 10 years. ഇവ തമ്മിൽ എന്താ വ്യത്യാസം? I have lived here for 10 years. 10 വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഇവിടെയാണെന്നല്ലേ അതിന്റെ അർത്ഥം? അല്ല, ഞാൻ ഇവിടുന്ന് മാറിപ്പോയിട്ടില്ല. ഇപ്പോഴും ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ്
ജനുവരി മുതൽ ഇവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ 4-10 years ഹാവ് ബീൻ താമസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഞാൻ ഇവിടെയാണെന്നാണ് അർത്ഥം, അല്ലെ? അപ്പം ആ ലീവ് എന്ന് പറയുന്നതും അതേപോലെ വർക്ക്, ഐ ഹാവ് വർക്ക്ഡ് ഹിയർ ഫോർ എത്രയാണ്, ഫോർ 2 years, 2 വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 years, 2 വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? 2 വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാനിവിടെ ജോലി ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞാലും ഞാൻ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ ഓർക്കുക, ലീവ് എന്ന് പറയുന്നതും വർക്ക് എന്ന് പറയുന്നതും നമുക്ക് രണ്ടിലും പറയാം, സെയിം മീനിങ് ആണ്. ഐ ഹാവ് വർക്ക്ഡ് എന്ന് പറയുന്നതും ഐ ഹാവ് ബീൻ വർക്ക്ഡ് എന്ന് വർക്കിംഗ് എന്ന് പറയുന്നതും, ഐ ഹാവ് ബീൻ വർക്കിംഗ് ആണ് എന്ന് പറയുന്നതും ഒരേ മീനിങ് ആണ്. അതേപോലെ ഐ ഹാവ് ലീവ്ഡ് എന്ന് പറയുന്നതും ഐ ഹാവ് ബീൻ ലീവിങ് എന്ന് പറയുന്നതും ഒരേ മീനിങ് ആണ്. ഇനി സ്റ്റേറ്റീവ് വേർബ് ഒന്ന് നമുക്ക് എന്താണ്? കണ്ടിന്യൂസ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, കണ്ടിന്യൂസ് ഫോമിലോട്ട് ആക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു വ്യത്യാസം നമുക്ക് പഠിച്ചത്, പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതെന്താണ്? നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വ്യത്യാസം മനസ്സിലായല്ലോ? ഇനി ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾക്ക് നമുക്ക് സ്റ്റഡീഡ് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ഇപ്പോൾ സ്കൂൾ ലൈഫ് കഴിഞ്ഞാലും നമുക്ക് ഇനി പഠിക്കാൻ കിടക്കുക, അല്ലെ? അപ്പോൾ അത് നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സ്റ്റഡീഡ്, ഐ ഹാവ് സ്റ്റഡീഡ് എന്നും ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് എന്നും ഉപയോഗിക്കേണ്ടത്. കാര്യമായിട്ടൊരു വ്യത്യാസം തമ്മിൽ ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമ്മൾ വേറൊരു എക്സാമ്പിള്, she has drunk 2 cups of tea എന്നാണോ, she has been drinking 2 cups of tea എന്നാണോ പറയേണ്ടത്? ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. she has drunk 2 cups of tea എന്നാണോ, she has been drinking 2 cups of tea എന്നാണോ പറയേണ്ടത്? ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ ആൻസർ ഹാസ് ഡ്രങ്ക് എന്നാണോ ഹാസ് ബീൻ ഡ്രിങ്കിങ് എന്നാണോ എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ അറിയിക്കാം. ഇപ്പൊ തന്നെ പറഞ്ഞോളൂ, എങ്കിലേ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത്രയും കേട്ടാൽ നിങ്ങൾക്ക് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പെർഫെക്റ്റ് കണ്ടിന്യൂസും, അത് ഇപ്പോൾ തീർന്നെങ്കിൽ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റുമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ ആൻസർ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കേണ്ട. വളരെ ചെറിയൊരു ക്ലാസ് ആണ്. ചിലവർക്കെങ്കിലും മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയം ഇതോടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, അവധിക്കാലം തുടങ്ങുകയാണ്. നമ്മൾ കുട്ടികൾക്കായിട്ട് 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് 7-ാം തീയതി മുതൽ സ്പീക്കിംഗ് ക്ലാസ്, 30 ദിവസത്തെ സ്പീക്കിംഗ് ക്ലാസ് മാത്രമായിട്ട് തുടങ്ങുകയാണ്. കുറച്ച് സീറ്റേ ഉള്ളൂ. കാര്യം കുട്ടികൾ ഇനി +2 ഒക്കെ കഴിഞ്ഞിട്ട് കൂടുതൽ കുട്ടികളും പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയണം. അതേപോലെ തന്നെ 10 കഴിഞ്ഞിട്ട് അഡ്മിഷൻ കിട്ടുമ്പോൾ +2 പോകുമ്പം എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ എന്ന് വിഷമിക്കാൻ പാടില്ല. പിന്നെ 11, 12 എത്താൻ പോവുകയാണ്. പുതിയ ലോകത്തിലോട്ടൊക്കെ അത് പഠിച്ചു കയറാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് 7-ാം തീയതി മുതൽ 30 ദിവസത്തെ സ്പീക്കിംഗ് ക്ലാസ്സുകൾ മാത്രമായിട്ട് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പിലേ കോൾ ചെയ്യാവുള്ളൂ. വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളുക. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ പിന്നെ വേറൊന്ന്, കുട്ടികളെ വെറുതെ ഇരുത്തി നമ്മൾ സമയം കളയേണ്ട. ഈ 11, 12 എന്നൊക്കെ പറയുന്ന കാലം ഇനിയും ഉയരങ്ങളിലോട്ട് എത്താനുള്ള കുട്ടികളാണ്. അപ്പോൾ ഇംഗ്ലീഷ് അറിയത്തില്ലാതെ കുട്ടികൾ +2 കഴിഞ്ഞിട്ട് കോളേജിലോട്ടൊക്കെ എത്തുമ്പോൾ ഇംഗ്ലീഷ് അറിയാത്തില്ലാത്തതിൻ്റെ പേരിൽ മാറി നിൽക്കാൻ പാടില്ല. കാരണം നമുക്ക് അവസരമുണ്ട്, അത് ഉപയോഗിക്കുക, പഠിക്കുക. ഇനി അതേപോലെ തന്നെ ഈ അവധിക്കാലം വെറുതെ കളയാതെ ബാക്കിയുള്ളവരും നമുക്ക് സ്പീക്കിംഗ് സെക്ഷനുകളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സംസാരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ട് എങ്കിൽ നമുക്ക് പേഴ്സണൽ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാരണം വെറുതെ ഇരുന്ന് നിങ്ങൾ സമയം കളയരുത്. ഈ ഒരു അവധിക്കാലം, ഈ ഒരു 2 മാസം കുറച്ച് ദിവസം ഇംഗ്ലീഷിന് വേണ്ടി മാറ്റിവെക്കുക. ടീച്ചേഴ്സൊക്കെ ആണ് എങ്കിൽ പോലും വെറുതെ ഇരുന്ന് സമയം കളയരുത്. അവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയത്തില്ലാത്തവരാണെങ്കിൽ ഈ ഒരു അവധിക്കാലം നിങ്ങൾ ഉപയോഗിക്കുക, ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ
അടുത്ത ഒരു ദിവസം അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ എല്ലാവരോടും നന്ദി പറയുന്നു. അവധിക്കാലം ഇന്നു മുതൽ എല്ലാ കുട്ടികളും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. താങ്ക് യു.